വെളിച്ചെണ്ണ പാക്കറ്റ് ചിന്തി ആരും അറിയാതെ നിൽക്കുന്ന ചങ്ക്. ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ വ്ളോഗിലൂടെ കാണിക്കാൻ പോകുന്നത് ഒരു റെസിപ്പിയാണ്. ഇതിന് മുന്നത്തെ ഒരു എൻ്റെ വ്ളോഗ് റെസിപ്പി ആയിരുന്നു. അത് ബോട്ടിലെ മീൻ കറിയാണ്. അപ്പോൾ ബോട്ടിലെ മീൻ കറി നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്നിപ്പോൾ എൻ്റെ കൂട്ടുകാരും ഒത്തിട്ട് ഞാനൊരു അൽഫാം ചിക്കൻ ഉണ്ടാക്കാനാണ് വന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരാണ് നിൽക്കണതെല്ലാം. അപ്പോൾ ഞങ്ങൾ അൽഫാം ഉണ്ടാക്കാൻ പോവാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇവിടെ വെളുത്തുള്ളി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പച്ച ഷർട്ട് ഇട്ടിനാണ് യൂനസ്. ഇപ്പുറത്തിരിക്കുന്നതാണ് ഞങ്ങളുടെ മെയിൻ ഷെഫ് നൗസാദ്. അപ്പോൾ അവരിൽ വെളുത്തുള്ളി ഇരിക്കുകയാണ്, ഒരാൾ ഇഞ്ചി ക്ലീൻ ചെയ്യുന്നു. ഒരാളാണ് ഇവിടെ ഇരിക്കുന്നത്, ഇവനാണ് ഉമൈർ. ഇവനെ അറിയാത്തവരായിട്ട് ഞങ്ങളുടെ നാട്ടിൽ ആരുമില്ല. ഇവൻ ഞങ്ങളുടെ നാട്ടിലെ ഒരു ഫേമസ് താരമാണ്. ചോക്ലേറ്റ് ബോയ് എന്നെല്ലാം പറയും. അപ്പോൾ നമ്മൾ അടുത്തത് ചിക്കൻ ക്ലീൻ ചെയ്യാണ്. അപ്പോൾ ഇത് ബഷീറാണ് ക്ലീൻ ചെയ്യണത്, നമ്മളെ ചങ്കാണ്. അപ്പോൾ അവൻ്റെ മോന്തായ ഒന്ന് കാണുന്നുണ്ട് നിങ്ങൾ, അതാണ് ബഷീർ. ഓക്കെ, എനിക്ക് വല്ലാതെ റൂളൊന്നും ഇല്ല കേട്ടോ, ഞാനിപ്പോൾ വീഡിയോ മാത്രം എടുക്കണം. ഇപ്പോൾ എന്നോട് കുറേ ക്ലീൻ ചെയ്യാനാവും പറഞ്ഞു, പക്ഷെ ഞാൻ വീഡിയോ എടുക്കല്ലേ, എന്താ ചെയ്യുക. അപ്പോൾ ബഷീർ ഇവിടെ നമ്മുടെ ചിക്കനെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ മെയിൻ ഷെഫ് നൗസാദ് ഇവിടെ തക്കാളി ഉള്ളിൽ അരിയാണ്. അവന് അരിയുമ്പോൾ ഇവിടെ രണ്ടാൾ താപ്പടിച്ച് നിൽക്കണം, രണ്ടാൾ കഥ പറഞ്ഞ് നിൽക്കണം, നിങ്ങൾ കാണില്ലേ. അതിനുശേഷം നമ്മുടെ ചങ്ക് DX വണ്ടി വന്ന് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവനെന്തോ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വന്നതാണ്. ഈ കറുപ്പ് ടീഷർട്ട് ഇരിക്കണാണില്ലേ, അവനെ നിങ്ങളൊന്ന് വീഡിയോയിൽ നിന്ന് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. ഇവൻ്റെ വിചാരം ഇവന് വലിയ മുതലാളിയാണെന്നാണ്. ഇവന് ഞങ്ങളെ കൊണ്ടിൽ പണിയെടുപ്പിക്കലാണ് ഇവൻ്റെ മെയിൻ ജോലി. കണ്ടില്ലേ കേസ്, നോക്ക് നോക്ക്, ഇതാ പിന്നെ മറുവിൽ വന്ന് നിൽക്കണം, നോക്കടാ. അങ്ങനെ ആ ഉള്ളിയും തക്കാളിയിലും വെട്ടി കഴിഞ്ഞപ്പോൾ നമ്മളത് മിക്സാക്കുകയാണ് ചെയ്യണത്. മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇങ്ങനെ കുറച്ച് മിക്സാക്കി എടുക്കാൻ ചെയ്യണത്. അപ്പോൾ അത് ഈ ചിക്കൻ്റെ മസാലയിൽ മിക്സ് ചെയ്തിട്ട് എന്നിട്ടല്ല നമ്മളത് തേക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ അൽഫാം ഉണ്ടാക്കണേ. അപ്പോൾ അതേപോലെ ഇങ്ങനെ തക്കാളി മിക്സാക്കി എടുക്കുകയാണ് ഇപ്പോൾ. അതിൻ്റെ കുറച്ച് അരപ്പ് ഇവിടെ റെഡിയായി വന്നിന്. അപ്പോൾ ഞങ്ങളൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി ഇതേപോലെ കുറച്ച് 3-4 തവണ ചെയ്യണം, കാരണം 14 ആളില്ല ഇത് തിന്നാൻ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു മസാല. അപ്പോൾ അങ്ങനെ കുറച്ച് ചെറിയൊരു ജാറാണ് ഞാൻ കിട്ടിയത്. അപ്പോൾ അതിലിട്ടിട്ട് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ.
അങ്ങനെ അതെല്ലാം റെഡി ആയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മസാലകൾ പൊടികളൊക്കെ എടുത്തിട്ട് മിക്സ് ചെയ്യണം. നമ്മളെ ചങ്ക് മുത്തുമണി അർഷാദിന് കുറവായി ക്യാമറ പോയപ്പോൾ. എന്താ പറയുക, ഒരു മുതുമുത്ത മനുഷ്യനിക്ക് കുറവായി. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തക്കാളിയും അതിൻ്റെ അരപ്പും അതുപോലെ തന്നെ ഇവിടെ വെച്ചിട്ടുള്ള മസാലേൻ്റെ പൊടി മിക്സാക്കിയത് എല്ലാം കൂടിയിട്ട് ഇപ്പോൾ നമ്മൾ മിക്സാക്കും. നല്ല ഒരു എന്താ പറയുക, ഒരു കൂട്ട് ഞങ്ങൾ തയ്യാറാക്കിയെടുക്കും അൽഫാമിന്. ഉണ്ടല്ലേ, നല്ല മിക്സ്, സൂപ്പർ മിക്സ്. ഇവിടെ ഞാനും ഞങ്ങളുടെ ഷെഫും ഞാനും ഒരുപാട് കഷ്ടപ്പെടുമ്പോൾ അവർ രണ്ടാളും നിന്ന് സംസാരിക്കുന്നത് കാണുന്നില്ലേ നിങ്ങൾ? ഞാൻ ഇവിടെ ക്യാമറ എടുക്കാൻ കഷ്ടപ്പെടും, അവൻ അവിടെ മസാല റെഡിയാക്കണം, ഇവർ രണ്ടാളും ഇവിടെ സംസാരിച്ചിരിക്കണം. ഇതാണ് കഥ. നമ്മുടെ അൽഫാമിനുള്ള കൂട്ടെല്ലാം റെഡി ആയതിനു ശേഷം നമ്മൾ ചിക്കൻ്റെ ലെഗ് പീസ് എടുത്തിട്ട് നമ്മുടെ ഷെഫ് നൗസാദ് അതിനെങ്ങനെ തേച്ച് പിടിപ്പിക്കണം. ഞങ്ങളിതിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, അപ്പോൾ ഞങ്ങൾക്കറിയാവുന്ന രൂപത്തിലാണ് ഞങ്ങളിപ്പോൾ ഇത് ചെയ്തെടുക്കണം. ഇവിടെ വേറെ ആർക്കും ജോലിയില്ല, അതാ എല്ലാവരും നിൽക്കാണ്. തിന്നൽ മാത്രമാണ് എല്ലാവർക്കും ജോലി.
അങ്ങനെ നമ്മൾ ചിക്കനിലെല്ലാം അതിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അതിന് മാഗ്നേറ്റ് ചെയ്യാൻ വെക്കണമല്ലോ. ചിക്കൻ്റെ കൂടെ നമുക്ക് കഴിക്കണമെങ്കിൽ മയോണീസ് വേണം. അപ്പോൾ മയോണീസ് ഇങ്ങനെ തയ്യാറാക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ഈ മയോണീസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുട്ടൻ്റെ വെള്ള മാത്രമാണ് എടുത്തിട്ടാണ് ഉണ്ടാക്കണത്. അതിൽ ആ മഞ്ഞ വരുന്നുണ്ടല്ലേ, മഞ്ഞ മറ്റേ കറുപ്പ് ടീഷർട്ട് ഞങ്ങളെ മുതലാളി എടുക്കണം എന്തിനാണെന്നറിയോ? മൂപ്പർക്ക് ഓംലേറ്റ് അടിച്ച് തിന്നാൻ വേണ്ടിയിട്ടാണ്. ഓംലേറ്റ് അടിച്ച് തിന്നാൻ വേണ്ടിയിട്ടാണ് ആൾ ആ മഞ്ഞ എടുക്കുന്നത്. അത് മാത്രമല്ല കേസ് കോമഡി. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇതാ ഞങ്ങൾ മയോണീസിനെ കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണ ഇവിടെ ഒരുത്തന് കവുത്തിട്ടുണ്ട്. എന്നിട്ട് ആരും അറിയാതെ മിണ്ടാതെ കണ്ട്. പക്ഷെ ആ വെളിച്ചെണ്ണ കവുത്തിയത് ആരാന്ന് ഞാൻ പറയില്ല, വേണമെങ്കിൽ ഞാൻ തുപ്പി കാണിച്ചു തരാം. വെളിച്ചെണ്ണ ചിന്തിയത് വേറെ ആളാണെങ്കിൽ നമ്മളെ ചങ്കല്ലേ, പാവം. അപ്പം ഞാനത് ക്ലീനാക്കി, പാവം ഞാൻ. അങ്ങനെ അതിനുള്ള സലാഡുകൾ റെഡിയാക്കണം ഇപ്പോൾ ചിക്കൻ്റെ കൂട്ടി കഴിക്കാൻ. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് കുറച്ച് പായസം കിട്ടിയപ്പോൾ ഞങ്ങളെല്ലാവരും അത് കുടിച്ചു. നല്ല ടേസ്റ്റുള്ള പായസം. അങ്ങനെ രാത്രിയായി, ചിക്കനെല്ലാം മസാലയും സെറ്റായി വന്നു. അപ്പോൾ ഞങ്ങൾ കനലുണ്ടാക്കുകയാണ്. ചിക്കൻ അൽഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ ഇങ്ങനെ ഒരു കനലുണ്ടാക്കാം. അങ്ങനെ കനലെല്ലാം റെഡിയായി വന്ന് സെറ്റായ ചിക്കൻ ഗ്രില്ലിൽ വെക്കാണ്. ആദ്യമേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് പുതിയൊരു എക്സ്പീരിയൻസാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എത്രത്തോളം റെഡി ആവുന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു ഭാഗം വെന്തപ്പം അടുത്ത ഭാഗം മറിച്ചിട്ടിട്ടുണ്ട്.
അങ്ങനെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ വളരെ നന്നായിട്ട് വളരെ പെർഫെക്റ്റായിട്ട് ഞങ്ങളുടെ അൽഫാം ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മുത്തുമണികളെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കൺ ഓണാക്കി വെക്കുക. അപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഓക്കെ ഗേസ്, എല്ലാവരും സേഫായിട്ടിരിക്കുക. ബൈ, സി യു.